അല്ല, അത് ആക്ച്വലി ഈ ടെക്സ്റ്റ് അല്ല, അത് ആക്ച്വലി ഈ ടെക്സ്റ്റ് എടുക്കുമ്പോഴാണ് വരുന്നത്. മനസ്സിലായോ? ഷേപ്സിനകത്തുള്ള ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നത്. അത് 3D ടെക്സ്റ്റ് ആയിട്ടല്ല നമ്മൾ വരുന്നത്, നോർമൽ ലൈൻ ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരത്തുള്ളൂ. ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഇത് നമുക്ക് ഔട്ടർ ലൈൻ മാത്രമേ വരത്തുള്ളൂ. ഇനി എന്തെങ്കിലും ആകത്തില്ല, പ്ലാറ്റ്ഫോം ഉണ്ടാകത്തില്ല. ഇതിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, വേറെ മോഡിഫൈങ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തെടുക്കണം. ബട്ട് അതേസമയം നമ്മൾ തിരിച്ച് ക്രിയേറ്റിനകത്ത് വന്നിട്ട് നമ്മുടെ ജിയോമെട്രിക്കകത്ത് വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് പ്ലസ് എടുക്കുകയാണെങ്കിൽ അതെന്തായിട്ടാണ് വരുന്നത്, അത് ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ എന്തായിട്ട് വരുന്നത്, പ്ലാറ്റ്ഫോം ആയിട്ടാണ് വരുന്നത്. ഇത് വരുമ്പോൾ നോർമൽ ലൈനിലാണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളെ ലൈനിനകത്താണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, വീണ്ടും ലൈനിനകത്ത് നമുക്ക് കുറച്ച് കാര്യം കൂടെ, അതെ, അതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങളോട് എന്ത് ചെയ്യാനുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്. സോ ആ ഒരു പാർട്ട് റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൂളിൻ്റെ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മുടെ സെഗ്മെന്റ്സിനകത്ത് ഐ തിങ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഏകദേശം ഇതിനകത്തുള്ള ഇൻസെർട്ട് എല്ലാം എടുത്തു. ഇനി നമുക്ക് വരേണ്ടത് ഈ ഒരു ബുലിയൻ സെക്ഷനിലായിട്ടാണ് വരേണ്ടത്. അതിന് ആക്ച്വലി സെഗ്മെന്റ്സ് അല്ല നമ്മൾ എടുക്കുന്നത്, സ്പ്ലൈനാണ് എടുക്കുന്നത് മൊത്തമായിട്ടുള്ളത്. ഓക്കെ, സോ അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുലിയനിലോട്ട് വരുന്നത്. ഓക്കെ, സോ ബാക്കിയെല്ലാം നമ്മൾ എടുത്താൽ ഈവൻ ഔട്ട്ലൈൻ വരെ ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്സെറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്നത്. നമ്മളത് ലാസ്റ്റ് സമയം നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചതാണ്. പക്ഷേ ഇനി നെക്സ്റ്റ് ടൂള് നമുക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ചെയ്യുന്നതിന് ബുലീൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. സോ ബുലീൻ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബുലീൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, യൂണിയൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ബട്ട് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനകത്ത് എന്ത് ചെയ്യണം, മറ്റൊരു ഓബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് എടുക്കുന്നു. അറ്റാച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ അതിനകത്ത് എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ബുലീൻ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ബുലീൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും മെർജ്ഡ് ആയിട്ടിരിക്കുന്ന ഇത്രയും പോർഷൻസ് സബ്ട്രാക്ട്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് സബ്ട്രാക്ട് യൂണിയൻ ആണ് വരുന്നത്. യൂണിയൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇതായിട്ട് മെർജ് ആയിട്ടിരിക്കുന്ന പോർഷൻസ് കട്ടായിട്ട് ബാക്കി ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഇത് എന്തായിട്ട് മാറും, ഒറ്റ ഫിഗർ ആയിട്ട് മാറും. നോക്കിക്കേ, ആ കോമൺ ആയിട്ട് മെർജ് ആയിട്ടിരുന്ന പോർഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കട്ടായിട്ട് ബാക്കി എന്തായിട്ട് മാറും, ഒറ്റ ഫിഗർ ആയിട്ട് മാറും. സോ ഇതിനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിയൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേ ഇതിനകത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, സബ്ട്രാക്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ആക്റ്റീവ് ചെയ്യുന്നു. അടുത്ത പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ബുലീൻ ആക്റ്റീവ് ആയിട്ടില്ല, നമ്മൾ എന്ത് ചെയ്തു, ബുലീൻ ആക്റ്റീവ് ചെയ്തു. അതേപോലെ നമുക്ക് സബ്ട്രാക്ഷൻ എടുത്തു, ഓൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ നെക്സ്റ്റ് പാർട്ടിനെ സെലക്ട് ചെയ്യാം. സോ നമുക്ക് മറ്റേ, അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന പാർട്ട് കയറിയിരിക്കുന്ന ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ കയറിയിരിക്കുന്ന ഈ ഓബ്ജക്റ്റിന്റെ ഇത്രയും പോർഷൻസിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്തു. ഇത് ആക്ച്വലി നമ്മൾ ചെറിയ രീതിയിലുള്ള ഡിസൈൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഇതിനകത്തുള്ള ബുലി, നമ്മുടെ ലൈൻ ടൂളിനകത്തുള്ള ബുലീൻ എന്നുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസൈഡിൽ നിന്ന് അതിനെ കട്ട് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇന്റർസെക്ഷൻ ആണ്. സോ ഇന്റർസെക്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഈ അകത്തിരിക്കുന്ന ഇത്രയും പോർഷൻസ് മാത്രം നിൽക്കും, ബാക്കി ഔട്ട്സൈഡിലുള്ള പോർഷൻസ് ഡിലീറ്റ് ആയിട്ട് നിൽക്കും. അല്ലേ, അത്രയും പോർഷൻ മാത്രം നിൽക്കും, ബാക്കി ഔട്ട്സൈഡിലുള്ള പോർഷൻസ് ഡിലീറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ യൂണിയന്റെ നേരെ ഓപ്പോസിറ്റ്. യൂണിയൻ എന്ന് പറയുമ്പോഴേക്കും എന്തായിട്ട് വന്നു, അതെ, യൂണിയൻ എന്ന് പറയുമ്പോഴേക്കും കോമൺ ആയിട്ടുള്ള ഓബ്ജക്ട്സ്, അതായത് മെർജ് ചെയ്തിരിക്കുന്ന പോർഷൻസ് മാത്രം ഡിലീറ്റ് ആയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ജോയിന്റ് ആയിട്ട് മാറും. തിരിച്ച് നമ്മൾ അതേ ഇതിനകത്ത് നമ്മൾ എവിടെ വരുന്നു, നമ്മുടെ ഇന്റർസെക്ഷനകത്ത് വരുമ്പോൾ എന്തായിട്ട് മാറുന്നു, ആ മെർജ്ഡ് ആയിട്ടിരിക്കുന്ന പോർഷൻസ് മാത്രം നിന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് എന്തായിട്ട് മാറും, ഡിലീറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുലീൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനകത്തുള്ള ബുലീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആക്ച്വലി നമുക്ക് അങ്ങനെ എടുത്ത് പറയത്തൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന പോർഷൻസ് ഒന്നുമില്ല. നോർമലി ആക്ച്വലി നമ്മുടെ ഈ ട്രിമ്മൊക്കെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എന്താകുന്നില്ല, നമുക്ക് ഉപയോഗം വരുന്നില്ല. കാരണം നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ആവശ്യമില്ലാത്ത പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ വേണ്ടി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കി, ഞാനിപ്പോൾ ഒരു റിഫൈനഡ് ക്രിയേറ്റ് ചെയ്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് എനിക്ക് ഈ പോർഷൻ വേണ്ടതുണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം, സെലക്ട് ചെയ്തിട്ട്. സോ
സോ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, അതിനകത്ത് കയറി ട്രിം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് നമ്മൾ ഹൈഡ്, ഡിലീറ്റ്, ഡിറ്റാച്ച് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഡിവൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ നമ്മൾ ആക്ച്വലി അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പോർഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പോർഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനെ എന്ത് ചെയ്യണം, 3 ഡിവൈഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, 3 ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഡിവൈഡ് സെലക്ട് ചെയ്യാന്നുള്ളത് എന്തായിട്ട് മാറും, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ട് 3 ഡിവൈഡ് ആക്കും കേട്ടോ. 3 എന്ത് ക്രിയേറ്റ് ആയി, വെർട്ടെക്സുകൾ അതിനകത്തേക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, സോ 1, 2, 3, 4 പാർട്ട്. കാരണം ഓൾറെഡി ഒരു പാർട്ട് നേരത്തെ ഉണ്ടായിരുന്നു, അത് കൂടാതെ 4 പാർട്ട് ഈക്വൽ പാർട്ടായിട്ട് എന്തായിട്ട് മാറി ഡിവൈഡ് ചെയ്യും. സോ ഇതൊക്കെ ആക്ച്വലി ഡിവൈഡിങ് ഒക്കെ ആക്ച്വലി നിങ്ങൾക്ക് ചെറിയ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ഇതിൽ പോകുമ്പോൾ. ഓക്കെ, സോ മെയിനായിട്ട് നമുക്ക് ലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇത്രയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യമുള്ള ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലൈനിനെ പോലെ തന്നെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, സോ അതിന് നമ്മൾ പറയുന്നത് എഡിറ്റബിൾ പോളി എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഓബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡീറ്റെയിൽ എഡിറ്റിംഗ് ടൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമ്മുടെ ഡിജിറ്റൽ, അതായത് എഡിറ്റിംഗ്, മോഡിഫൈങ്, ഒരു ഓബ്ജക്ട് മോഡിഫൈങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് എഡിറ്റബിൾ പോളി എന്ന് പറയുന്നത്. ഓക്കെ, സോ എഡിറ്റബിൾ പോളി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അതേപോലെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും, നമ്മൾ ഇതിനകത്ത് ലൈനകത്ത് നമ്മൾ ലാസ്റ്റ് പറയാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യം പറയാൻ പറ്റും. സോ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, റെൻഡറിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യും, റെൻഡറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റെൻഡറിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് 2 ഓപ്ഷൻസ് വരെയാണ്, എനേബിൾ ഇൻ റെൻഡർ ഓപ്ഷൻ ഉണ്ട്, എനേബിൾ ഇൻ വ്യൂപോർട്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഓബ്ജക്റ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഒരു 3D പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളിപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2D ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ഈ ഓബ്ജക്റ്റിന് എന്തുണ്ട്, ഒരു 3D പ്രോപ്പർട്ടി ഉണ്ട്. ബട്ട് അതിപ്പോൾ ഹിഡൻ ആണ്. കാരണം എന്തുകൊണ്ടാണ്, റെൻഡറിംഗ് വ്യൂസിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടില്ല, എനേബിൾ ചെയ്തിട്ടില്ല. സോ എനിക്കതിപ്പോൾ വ്യൂ പോർട്ടിനകത്ത് കാണണം, റെൻഡറിങ്ങിനകത്ത് കാണണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, എനേബിൾ ഇൻ വ്യൂ പോർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മതി. കാരണം ഇപ്പം നോക്കിയാൽ എൻ്റെ നോർമൽ ലൈൻ എന്തായിട്ട് മാറി, 3D ഓബ്ജക്റ്റ് ആയിട്ട് മാറ്റണ്ടാവും, ഒരു പൈപ്പിൻ്റെ ഷേപ്പിലുള്ള 3D ഓബ്ജക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, സോ ഇതിനെ ഞാൻ എനേബിൾ ഇൻ റെൻഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇനി നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴും ഈ തിക്നെസ്സിൽ ഈ ഓബ്ജക്റ്റിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എനേബിൾ ഇൻ വ്യൂ പോർട്ട് റിമൂവ് ചെയ്തു, നമുക്ക് ഇതിനകത്ത് എന്തായിട്ട് കാണുന്ന 2D ലൈനായിട്ടാണ് കാണുന്നത്. ബട്ട് നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യുമ്പോൾ എന്തായിട്ട് കാണാം, 3D ആയിട്ട് കാണും, 3D പൈപ്പായിട്ട് എന്തെങ്കിലും കാണും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോർമൽ എന്തൊരു ഓബ്ജക്ട്സ് 3D വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് 2 മാറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നല്ല 2 മാറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കിടക്കുന്നത് പൈപ്പിൻ്റെ ഷേപ്പിലാണ്. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കിടക്കുന്നത് നോർമലി ഒരു പൈപ്പിൻ്റെ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോർമലി എന്ത് ചെയ്യാം, ഇതിനകത്ത് വരാണെന്നുണ്ടെങ്കിൽ ആ റേഡിയൽ ഷേപ്പ്, അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൈപ്പിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത്, ഒരു സർക്കുലർ പൈപ്പിൻ്റെ ഷേപ്പ്. സോ തിക്നെസ് ഇൻക്രീസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ഇൻക്രീസ് ആവും, അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആവും. ഞാനിപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. സോ 2 cm കൊടുത്താൽ എന്ത് ഇൻക്രീസ് ആവുന്നുണ്ട്, അതിൻ്റെ റേഡിയസ് എന്താണെന്നുണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, തൊട്ട് താഴെ നോക്കുന്നെങ്കിൽ സൈഡുകളുണ്ട്, കണ്ടോ, ഈ ഒരു സൈഡ്സ് ഉണ്ട്. ഈ സൈഡുകളുടെ എണ്ണം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കൂട്ടാം. സൈഡുകളുടെ എണ്ണം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടാണ് പോകുന്നത്, ഷാർപ്പായിട്ടാണ് പോകുന്നത്. എന്തായിട്ട് മാറും, സ്മൂത്ത് ആയിട്ട് മാറും. ഞാനിപ്പോൾ ഒരു 50 കൊടുക്കുകയാണ്, കണ്ടോ, അടുപ്പിച്ച് വരുമ്പോൾ എന്തായിട്ട് മാറും, പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ട് പക്ക കർവ്ഡ് ആയിട്ടുള്ള എന്തായിട്ട് മാറും, ഷേപ്പ് ആയിട്ട് മാറും. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അധികം സെഗ്മെന്റ്സിൽ നമ്മൾ ഡ്രോയിങ്സിനകത്ത് ഉപയോഗിക്കാതിരിക്കുക, അത്യാവശ്യം മാത്രം യൂസ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഒരു ആംഗിൾ ആൻഡ് മെറ്റർ ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇത് നമുക്ക് എന്താ യൂസ് ആകുന്നില്ല, കാരണം അത് സെൽഫ് റൊട്ടേഷൻ ആവുന്നതാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പൈപ്പ് ഷേപ്പിനകത്ത് നമുക്ക് ഇത് എന്താകത്തില്ല, യൂസ് ആകത്തില്ല. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, ഇനിയൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, റെക്ടാംഗിൾ. നമ്മളിവിടെ റേഡിയൽ കണ്ടു, നമുക്കിവിടെ തൊട്ട് താഴെ എന്തുണ്ട്, റെക്ടാംഗിൾ ഉണ്ട്. സോ റെക്ടാംഗുലർ ഷേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് എന്തായിട്ട് മാറും, ബോക്സ് പോലെ റെക്ടാംഗുലർ ആയിട്ടായിരിക്കും മാറുന്നത്. സോ അതിനെന്തുണ്ടാവും, ലെങ്ത് ഉണ്ടാവും. എനിക്ക് എന്തായാലും ലെങ്ത് കൊടുക്കാം, അതോടൊപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വിഡ്ത്തും കൊടുക്കാൻ സാധിക്കും. കേട്ടോ, സോ എന്ന് വെച്ചാൽ സാധാരണ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് ഇത് വെച്ച് വോൾ ക്രിയേറ്റ് ചെയ്ത് തരാം, നമ്മുടെ ബിൽഡിങ്സിൻ്റെ വോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചും വോൾസ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോർമലി ലൈൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ലൈനിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ചെറിയ റീസൺ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുന്നോട്ടുള്ള പ്രാക്ടീസ് സെഷനിലോട്ട് പോകുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണമുണ്ട്, നമ്മൾ ഈ ഒരു തിക്നെസ് വേറൊരു സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഈ സ്ലോപ്പിംഗ് ആയിട്ടുള്ള എന്താ പറയുന്ന ഇത് സൺഷെയ്ഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
നമ്മൾ മാക്സിമം എന്താ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇത് 2 കൊടുക്കും, ഞാൻ ഇതിനെ ഒരു 25 ആക്കാമെന്ന് നോക്കാം. എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ എന്താ പറയുന്ന സ്ലോപ്പിംഗ് സൺഷെയ്ഡ് വരുന്നത് പോലെ ആ ഒരു രീതിയിൽ എനിക്ക് നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആംഗിൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ മതി കേട്ടോ. അപ്പോൾ നോക്കിയാൽ 4 സൈഡിലോട്ട് വന്നുണ്ടാവും. ഇപ്പോൾ പെർഫെക്റ്റ്ലി നമുക്ക് എന്തായിട്ട് കിട്ടും, റൊട്ടേറ്റ് ആയിട്ടുള്ള സ്ലോപ്ഡ് ആയിട്ടുള്ള ഇതായിട്ട് കിട്ടും. ബട്ട് ഇത് നമുക്ക് 3 വേ ഉള്ള സ്ലോപ്പിംഗ് റൂഫ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ലോപ്പിംഗ് റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ. ബട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, സ്ലോപ്പിംഗ് സൺഷെയ്ഡ് നമുക്ക് ഇതിന് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്ലോപ്പിംഗ് റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഷേപ്സിനകത്തുള്ള പിരമിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോറി, ഷേപ്സിനകത്തല്ല, നമ്മുടെ ജിയോമെട്രിക്കകത്താണെന്നാണ് തോന്നുന്നത്. ഷേപ്സിനകത്തല്ല, ജിയോമെട്രിക്കകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, പിരമിഡ് വരുന്നുണ്ട്. ആ പിരമിഡാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്ലോപ്പിംഗ് റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 സൈഡ് ആയിരുന്നാലും 3 സൈഡ് ആയിരുന്നാലുള്ള സ്ലോപ്പിംഗ് റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നോർമലി പിരമിഡാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സോ മെയിനായിട്ട് നമുക്കുള്ളത് ഇതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്, നമ്മുടെ റെൻഡറിങ്ങിനകത്ത് വരുന്നത് ഈ 2 പ്രോപ്പർട്ടീസും ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ യൂസ് ചെയ്യാം, അതോടൊപ്പം തന്നെ വിഡ്ത്ത് യൂസ് ചെയ്യാം, നമുക്ക് അതോടൊപ്പം ലെങ്ത് യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റബിൾ പോളിയാണ്. നമുക്കൊരു ഓബ്ജക്റ്റ് എന്തായിട്ട് മാറ്റാം, എഡിറ്റബിൾ പോളിയായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് ഏതൊരു ഓബ്ജക്റ്റിനെ വേണമെങ്കിലും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓബ്ജക്റ്റ് ആണ് കേട്ടോ, ലൈറ്റ്സ്, ക്യാമറ അങ്ങനെയുള്ള ഓബ്ജക്റ്റുകളല്ല, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ക്രിയേഷൻ ഓബ്ജക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഏതൊരു ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിരുന്നാലും ആ ഓബ്ജക്ട്സിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, എഡിറ്റബിൾ പോളി എന്ന കോമൺ പാരാമീറ്ററിലോട്ട് മാറ്റാൻ പറ്റും. സോ ഞാനിപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം ഒരു ബോക്സും ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ലൈൻ എന്ത് വരുന്നുണ്ട്, ആ കൂടെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതോടൊപ്പം അതിനെന്ത് വരുന്നുണ്ട്, അതിൻ്റെ സെഗ്മെന്റ്സിന് വരുന്നു. ബട്ട് ലൈനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലൈനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് അല്ലേ. സോ ഇതുപോലെ നമ്മുടെ എഡിറ്റബിൾ പോളിക്ക് കുറച്ച് ഇതേപോലെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ഉണ്ട്, ഇതേപോലെ കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടി ലിസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടി എഡിറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഓബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം എന്ത് ചെയ്യാണ്, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഞാൻ എന്ത് ചെയ്തു, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു ബോക്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പാരാമീറ്റേഴ്സ് ഇത്രയും നമുക്ക് വരുന്നത്, ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അതോടൊപ്പം അവരുടെ സെഗ്മെന്റ്സ് ഇത്രയും നമുക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് ഒരു എന്താ പറയുന്ന ഒരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കുക. സ്ഫിയറിന് എന്ത് പ്രോപ്പർട്ടീസ് മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ഉണ്ടാവും, സെഗ്മെന്റ്സ് ഉണ്ടാവും. ഇതേ നമുക്ക് കോമൺ ആയിട്ടുള്ള യൂസിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നുള്ളൂ അല്ലേ. ഇത്ര പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഇതിൻ്റെ എഡ്ജ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ എഡ്ജസ് കൂട്ടിമുട്ടുന്ന പോയിന്റിലുള്ള വെർട്ടെക്സ് സെലക്ട് ചെയ്യാനോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസുകൾ സെലക്ട് ചെയ്യാനോ, അതിനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽ എഡിറ്റിംഗ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നോർമലി എഡിറ്റബിൾ പോളി എന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു മോഡിഫയിങ് ടൂളാണ്. സോ ആ ഒരു ഓപ്ഷൻ ഒരു ഓബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓബ്ജക്റ്റിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആയിട്ട് നമ്മൾ മാറ്റും. എഡിറ്റബിൾ പോളി എന്ന ഓപ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനായിട്ട് എന്ത് ചെയ്യാം, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് എന്ത് വരും, കൺവേർട്ട് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടുക കേട്ടോ. അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, കൺവേർട്ട് ടു എഡിറ്റബിൾ മെഷ് ഉണ്ട്, എഡിറ്റബിൾ പോളി ഉണ്ട്, എഡിറ്റബിൾ പാച്ച് ഉണ്ട്, നബ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് എഡിറ്റബിൾ പോളിയാണ്. കാരണം നമുക്ക് എഡിറ്റബിൾ പോളിയിലാണ് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നത്, എഡിറ്റിംഗ് ഓപ്ഷൻസ് കിട്ടുന്നത്. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു 3D ഓബ്ജക്ട്സുകൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന 3D ഓബ്ജക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എഡിറ്റിംഗ് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഈ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതിലൂടെയാണ്, മെഷിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം മെഷിലൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കുറവാണ്, അതിൻ്റെ വെയിറ്റേജ്, ആ ഓബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് മെഷിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബട്ട് തിരിച്ച് എഡിറ്റബിൾ പോളിയിലോട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡീറ്റെയിലിംഗ് എഡിറ്റിംഗ് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ബട്ട് എന്ത് കുറവാണ് അതിനകത്ത്, എന്ത് കൂടുതലാണ്, വെയിറ്റേജ്, എന്താ ഓബ്ജക്റ്റ് വെയിറ്റേജ് കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ട് നോർമലി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, എഡിറ്റബിൾ പോളിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്ത് എഡിറ്റബിൾ പോളി യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നോക്കി എൻ്റെ ഈ ഒരു ബോക്സിന്റെ പാരാമീറ്റേഴ്സ് മൊത്തമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം അതെന്ത് നെയിമിലോട്ട് മാറി, എഡിറ്റബിൾ പോളി എന്ന ഓപ്ഷനിലോട്ട് മാറി അതിൻ്റെ പാരാമീറ്റേഴ്സ്. നോക്കിയാൽ എനിക്കിതിൻ്റെ 5 പാർട്ടായിട്ട് എനിക്ക് എന്താ ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അത് 5 പാർട്ടായിട്ട് സെലക്ട് ചെയ്യാം. ഒന്ന് എനിക്ക് അതിന് എന്ത് കിട്ടുന്നുണ്ട്, വെർട്ടെക്സ് കിട്ടുന്നുണ്ട്, നമ്മൾ നേരത്തെ ലൈനിനകത്ത് കണ്ടതുപോലെ. തൊട്ടടുത്ത് നോക്കി എനിക്ക് എഡ്ജസ് കിട്ടുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എഡ്ജ് എനിക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. കണ്ടോ, ഈ ഒരു എഡ്ജിന് എനിക്ക് ഇതിനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് എഡിറ്റിംഗ് ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ ബോർഡറുകൾ സെലക്ട് ചെയ്യാം. എനിക്ക് ഏതെങ്കിലും ഒരു ബോർഡർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും,
സിമ്പിളായിട്ട് ബോർഡ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബോർഡ് എന്ത് ചെയ്യാൻ വരാൻ പാടില്ല, ഫേസ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഫേസ് ഇല്ലാത്തൊരിടത്ത് നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ബോർഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിളായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ബോർഡ് മൊത്തമായിട്ട് സെലക്ട് ആകുന്നുണ്ട്. സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, മൊത്തമായിട്ട് അതിൻ്റെ ബോർഡുകൾ സെലക്ട് ചെയ്യാം. അതായത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും. ശരിയുണ്ട്, എനിക്ക് എന്താ പറ്റും, എൻ്റെ ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, എൻ്റെ ഫേസുകൾ സെലക്ട് ചെയ്യുന്നു. ഫേസുകളൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, മൂവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അതിനെ സ്കെയിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ലൈനിനകത്ത് സ്പ്ലൈൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തതുപോലെ തന്നെ അതിനകത്ത് എന്ത് വരുന്നുണ്ട്, നമുക്കൊരു എലമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. എലമെന്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഓബ്ജക്റ്റ് മൊത്തമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എഡിറ്റബിൾ പോളിന്റെ പ്രശ്നം ഇതാണ്, ഡിഫറെന്റ് ഓബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഇൻഡിവിജ്വൽ എഡിറ്റബിൾ പോളി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് നമുക്ക് ഒരേ സമയം സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എഡിറ്റബിൾ പോളിന്റെ പ്രോപ്പർട്ടിക്കകത്ത് മറ്റു ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകണം. സോ അങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർട്ടീസിനകത്ത് ഒന്നിൽ കൂടുതൽ ഓബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി നമ്മുടെ എലമെന്റ് എന്നുള്ള ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി നമുക്ക് നോർമലി തന്നെ ഒരു ഇൻട്രഡക്ഷൻ. സോ ഞാൻ ഈ ഒരു ഓബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ബോക്സ് ഞാൻ ഇതിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ഞാൻ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് എഡിറ്റബിൾ പോളിയിലോട്ട് ഇതിനെ മാറ്റുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് അതിൻ്റെ എന്താ പറയുന്ന വെർട്ടെക്സ് ആണ്. ആക്ച്വലി വെർട്ടെക്സ് നോർമലി നമുക്ക് എന്താ വരുന്ന ഓപ്ഷൻസ് കുറവാണ്, നമുക്ക് വളരെയധികം ഓപ്ഷൻസ് നേരിനകത്ത് വരുന്നില്ല, വെർട്ടെക്സിനകത്ത് വരുന്നില്ല. വെർട്ടെക്സിനകത്ത് നോർമലി ഓപ്ഷൻസ് കുറവാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വെർട്ടെക്സ് എടുത്തു. വെർട്ടെക്സിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓപ്ഷൻ നോക്കുന്നത് ടാർഗറ്റ് വേൾഡ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ടാർഗറ്റ് വേൾഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് വെർട്ടെക്സുകളെ തമ്മിൽ എനിക്ക് മെർജ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ഒരു വെർട്ടെക്സും ഈ ഒരു വെർട്ടെക്സും തമ്മിൽ എന്താക്കണം, മെർജ് ചെയ്യുക, ഒറ്റ വെർട്ടെക്സ് ആക്കി മാറ്റാം. എനിക്ക് എന്താ സിമ്പിളായിട്ട് ഈ ഒരു വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്യുക, അതിനെ തന്നെ നേരെ താഴെ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവന്ന്. സോ രണ്ട് എന്തായിട്ട് മാറും, ഒറ്റ വെർട്ടെക്സ് ആയിട്ട് മാറും. ഇപ്പോൾ നോക്കി ഞാൻ സെലക്ട് ചെയ്യണമെന്നുണ്ട്, ആ സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. ഞാനിപ്പോൾ മൂവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് മൊത്തമായിട്ട് എന്തെങ്കിലും മൂവ് ആവും, ഉണ്ടോ, കാരണം എന്തായിട്ട് മാറി, സിംഗിൾ ഓബ്ജക്ട്സ് ആയിട്ട് മാറി. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ഒരു വെർട്ടെക്സിനെ മറ്റൊരു വെർട്ടെക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് മെർജ് ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ഈ ടാർഗറ്റ് വേൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പിക്സലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിക്സലൈസ് നമ്മൾ നോർമലി ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എഡ്ജസ് അല്ലെങ്കിൽ സെഗ്മെന്റ്സിനകത്താണ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഗ്രിഡ് പോയിന്റ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, സിമ്പിളായിട്ടൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. സോ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തായിട്ട് മാറി, ഈ ഒരു ഫേസിനെ ഞാൻ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്തു. ദാറ്റ് മീൻസ് കട്ട് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അതിൻ്റെ പോളിഗിനടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, രണ്ട് പാർട്ടാണ്. ഓക്കെ, ഇതൊരൊറ്റ പാർട്ടായിട്ട് രണ്ട് പാർട്ടാണ്. ഇപ്പോൾ നോക്കിയാലും കാണാം രണ്ടായിട്ട് രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഫേസുകൾ ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുള്ളത്, പിക്സലൈസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പിന്നെ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് എടുക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ആ ഓപ്ഷൻസുകളൊന്നും നമുക്കുള്ളതല്ല, കാരണം ഈ എഡിറ്റബിൾ പോളിക്കകത്ത് തന്നെ വീണ്ടും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, പോളിഗൺ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഈ ഒരു 3D ആനിമേഷൻ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, 3D ആനിമേഷൻ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഈ ക്യാരക്ടർ മോഡലിംഗ്സ് ഉണ്ട്, മനുഷ്യൻ്റെതായിരുന്നാലും ആനിമൽസിൻ്റെതായിരുന്നാലും ക്യാരക്ടർ മോഡലിംഗ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണെന്നാണ്, ഈ പോളിഗൺ ഡീറ്റെയിലിംഗിലാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഹൈ ഇതായിട്ടുള്ള ഡീറ്റെയിലിംഗിലുള്ള കോഴ്സുകളാണ്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള ഈ MS സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, അതേപോലെ ഈ ടെസ്റ്റ് ലൈറ്റ്, മാക് പ്ലെയിനർ, വി വലൈൻ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൂൾസുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് വരുന്ന ടൂൾസുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് എടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ എഡ്ജിലോട്ടാണ് പോകുന്നത്.
സോ എഡ്ജിനകത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആക്ച്വലി ബോക്സിനെ കുറിച്ച് പറയുന്ന സമയം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ നമ്മൾ നോർമലി എന്താ പറയുന്നത്, ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ അതോടൊപ്പം തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സെഗ്മെന്റ്സുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം അതിനകത്ത് ബിഡ് സെഗ്മെന്റ്സോ ഹൈറ്റ് സെഗ്മെന്റ്സോ അല്ലെങ്കിൽ ലെങ്ത് സെഗ്മെന്റ്സോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം? ഈ ഫേസിലെ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആവും, ഈ ഫേസിലും ക്രിയേറ്റ് ആവും, ഈ ഫേസിലും ക്രിയേറ്റ് ആവും, ഇവിടെയും ക്രിയേറ്റ് ആവും. 4 സൈഡിലും 4 ഫേസിലും ക്രിയേറ്റ് ആവും, സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആവും. ആക്ച്വലി എനിക്ക് അൺവാണ്ടഡ് ആണ്, എനിക്ക് എന്ത് മതി, ഏതെങ്കിലും ഒരു ഫേസിൽ മാത്രം സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ മതി. സോ നോർമലി നമ്മൾ ബോക്സിന്റെ ഓപ്ഷനിലൂടെയാണ് സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന സെഗ്മെന്റ്സുകളെല്ലാം 4 ഫേസിലും ക്രിയേറ്റ് ആവും. സോ ബട്ട് നമ്മൾ എഡിറ്റബിൾ പോളിന് ഓപ്ഷനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള ഫേസുകളിൽ മാത്രം എനിക്ക് എന്ത് ചെയ്യാം, സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ സെഗ്മെന്റ്സ് എല്ലാം സെലക്ട് ചെയ്യുക, ഓർ എഡ്ജിനെ സെലക്ട് ചെയ്യുക. ഇനി എനിക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ആയിട്ടുള്ള എഡ്ജുകളെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് വെർട്ടിക്കലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഞാൻ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കണക്റ്റിൽ ആക്ച്വലി ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യരുത്. കണക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന സെഗ്മെന്റ്സ് അതുപോലെ അപ്ലൈ ആവും, നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ കിട്ടത്തില്ല. സോ എപ്പോഴും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെ ക്ലിക്ക് ചെയ്യണം, നമ്മുടെ സൈഡിലേക്ക് ഉണ്ടാവും നമുക്കൊരു സെറ്റിംഗ്സ് നമുക്കൊരു ഓപ്ഷൻ വരുന്നത്, ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ വരും കണ്ടോ, എന്ത് വരുന്നുണ്ട്, ഇതിനെ കണക്ട് ചെയ്ത് ഒരു സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആയി, വെർട്ടിക്കൽ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആയി. സോ എനിക്ക് എന്ത് ചെയ്യണം, കൂടുതൽ വേണം, ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഒരു 15 മിനിറ്റ് കേട്ടോ. അവിടെ എന്ത് കിട്ടി, ഈക്വൽ ഡിസ്റ്റൻസിൽ 15 എണ്ണം വന്നു, ഞാനൊരു 5 എടുക്കുകയാണ്. സോ എന്ത് ചെയ്തു, ഈക്വൽ ഡിസ്റ്റൻസിൽ 5 സെഗ്മെന്റ്സ് അവിടെ ക്രിയേറ്റ് ആയി. ഇനി തൊട്ട് താഴെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് സ്ലൈഡ് എന്നും പറഞ്ഞു, സോറി പിഞ്ച് എന്നും പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട് കേട്ടോ. പിഞ്ച് ടൂൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെഗ്മെന്റ്സുകൾക്കിടയിലുള്ള ഗ്യാപ്പ് സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് തൊട്ട് താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെഗ്മെന്റ്സിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാം, ഏതെങ്കിലും സൈഡിലേക്ക് നമുക്ക് ഞാൻ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. സോ അത്രയും സെഗ്മെന്റ്സ് അവിടെ എന്തായി ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എഡ്ജും കൂടെ ചേർത്ത് സെലക്ട് ചെയ്യണം, മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. അഗൈൻ ഞാൻ എന്ത് ചെയ്യുന്നു, കണക്റ്റിലോട്ട് പോവാണ്. ഇപ്പോൾ നോക്കി അവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഓപ്പോസിറ്റ് ഉള്ള സെഗ്മെന്റ്സും ക്രിയേറ്റ് ചെയ്യും, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് പ്രീവിയസ് സെഗ്മെന്റ്സിന്റെ ഡീറ്റെയിൽ എന്താണ് വരുന്നത് അതേ ഡീറ്റെയിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യും. നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റാം. ഞാനിപ്പോൾ ഒരു 4 ഓക്കെ എടുക്കാം. സോ ഇപ്പം നോക്കി നമുക്ക് എന്തായി, എനിക്ക് വേണ്ട ഫേസിൽ എനിക്ക് എവിടെയാണോ ആവശ്യം അവിടെ മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്തു, സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ വേറെ ഒരിടത്തും എന്തായിട്ടില്ല, നമ്മുടെ സെഗ്മെന്റ്സോ അല്ലെങ്കിൽ വെർട്ടെക്സുകളോ ഫേസുകളോ അപ്ലൈ ആയിട്ടില്ല. ഇപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ ഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നോക്കിയാൽ സിംഗിൾ ആണോ, അതേസമയം ഇവിടെ നോക്കിയാൽ എല്ലാം പാർട്ടാണ്, സെപ്പറേറ്റ് പാർട്ടാണ് അല്ല, എല്ലാം എന്തായിട്ട് പറയാം, സിംഗിൾ ഫേസിനെ ഇത്രയും നമ്പർ ഓഫ് ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ കുട്ടികളെ. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, സോ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് സെയിം എഡ്ജസിനകത്തുള്ള ഏറ്റവും ടോപ്പിലോട്ടൊന്ന് വരിക, എഡ്ജസ് എടുത്ത് ഇല്ല, ഹൊറിസോണ്ടൽ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള സെഗ്മെന്റ്സ് സെലക്ട് ചെയ്യണം, എപ്പോഴും ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ക്രിയേറ്റ് ആവുന്നത്, പുതിയ സെഗ്മെന്റ്സുകൾ ക്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ എഡ്ജസ് ക്രിയേറ്റ് ആവുന്നത്. സോ നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള സെഗ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ. സോ നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് എന്തിലോട്ട് പോകണം, നമ്മൾ ചാംഫർ എന്ന ടൂളിലോട്ട് പോകണം. സോ ചാംഫർ എന്ന ടൂൾ നമുക്കറിയാം, നമ്മൾ ഓട്ടോക്യാഡിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതുപോലെ തന്നെ 3ds Maxനകത്ത് നമ്മൾ ലൈൻ ടൂളിനകത്ത് എന്ത് പഠിച്ചു, ചാംഫറും ഫില്ലറ്റും പഠിച്ചു. ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ചാംഫർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഫില്ലറ്റ് അവൈലബിൾ അല്ല. അതിന്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല,
ആക്ച്വലി ചാംഫർ മാത്രമാണ് അവർ എന്തായിട്ട് തന്നിരിക്കുന്നത്, ഡയറക്റ്റ് ടൂളായിട്ട് തന്നിരിക്കുന്നത്. ബാക്കി ഫില്ലറ്റ് ഏതിനകത്ത് കിടപ്പുണ്ടോ ആ ചാംഫർ ടൂളിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ചാംഫർ ചെയ്യേണ്ട എഡ്ജസ് ഞാൻ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു. ഒറ്റ എഡ്ജാസാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ എഡ്ജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ കിട്ടാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡ്ജ് സെലക്ട് ചെയ്യാം. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എത്ര എഡ്ജസ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന എഡ്ജസുകളെല്ലാം കണക്ട് ചെയ്തിട്ട് എന്ത് വരും, ചാംഫർ എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്ര ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജ് ഞാൻ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ചാംഫറിൽ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ഒന്ന് ഇവിടെ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഡയലോഗ് ബോക്സ് വരും. ഓക്കെ, സോ അതിനകത്ത് ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണ് എന്ത് കൊടുത്തിരുന്നത്, ചാംഫർ കൊടുത്തത്. ഞാൻ എന്ത് ചെയ്തത് 5 സെന്റിമീറ്റർ. തൊട്ട് താഴെ നമുക്കിപ്പോൾ ഈ ഒരു ഫേസിനകത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം, സെഗ്മെന്റ്സിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യുന്നത്, സെഗ്മെന്റ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പം നോക്കിക്കാൻ എന്തായിട്ട് മാറി, നമുക്ക് ഫില്ലറ്റ് ആയിട്ട് മാറി കണ്ടോ. ബട്ട് ഇതേ ഇതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ കിടക്കുന്ന എന്ത് ഓപ്ഷനായിട്ടാണ് കിടക്കുന്നത്, സ്റ്റാൻഡേർഡ് ചാംഫർ ആയിട്ടാണ് കിടക്കുന്നത്. അതിനെ കോഡ് ചാംഫറായിട്ട് മാറ്റാണെന്നുള്ളത് എന്തായിട്ട് മാറും, ചാംഫറായിട്ട് തന്നെ മാറും, നോർമൽ ചാംഫറായിട്ട് മാറും. ചാംഫറിനകത്ത് എന്ത് അപ്ലൈ, ആ ചാംഫർ ഫേസിനകത്ത് നമ്മൾ കൊടുത്ത സെഗ്മെന്റ്സുകളാണ്. ബട്ട് നമുക്ക് ഇതിനെ എന്താക്കി മാറ്റണം, ഫില്ലറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ പറയുന്ന ഈ ഒരു സെഗ്മെന്റ്സ്, നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ എത്രത്തോളം നമ്പർ ഓഫ് സെഗ്മെന്റ്സ് കുറയ്ക്കുന്നു അത്രത്തോളം ചാംഫറിന്റെ ആ ഒരു ക്വാളിറ്റിയും കുറയും കണ്ടോ. ഇപ്പൊ ആക്ച്വലി കർവ്ഡ് ആയിട്ടല്ല, ജസ്റ്റ് ആ പോയിന്റ് ടച്ച് ചെയ്തിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വ്യത്യാസമാണ്. സോ നമുക്ക് എത്രത്തോളം കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു ചാംഫർ വേണോ ആ അത്രയും നമ്പർ ഓഫ് എന്ത് കൊടുക്കുക, സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ടൂളിനകത്ത് നിന്ന് ചാംഫർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ എന്തും ക്രിയേറ്റ് ചെയ്യാം, ഫില്ലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. സോ ഇനി ഇതിനകത്ത് നമുക്ക് റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ റിംഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ക്ലോസ് ചെയ്യുക. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു എന്ത് സെലക്ട് ചെയ്തു, ഒരു എഡ്ജ് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ എഡ്ജിന് സമാനമായിട്ടുള്ള അതേ ഡയറക്ഷനിൽ സമാനമായിട്ടുള്ള റിംഗ് എഡ്ജസിനെ ചുറ്റും എനിക്ക് സെലക്ട് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ക്ലിക്ക് ചെയ്തെടുക്കുക, റിംഗിലൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക കണ്ടോ. ഇപ്പൊ നോക്കിയേ, അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഡയറക്ഷനിലുള്ള എല്ലാ സെഗ്മെന്റ്സിനും അറ്റ് എ ടൈം ഒരുമിച്ച് എന്തായിട്ട് മാറി, സെലക്ട് ആയിട്ട് മാറി കണ്ടോ. എന്തായിട്ട് മാറി, അത് മൊത്തം ഒരുമിച്ച് സെലക്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയും നമുക്ക് ഏതിനകത്ത് വരുന്ന നമ്മുടെ സെഗ്മെന്റ്സിനകത്ത് അല്ലെങ്കിൽ എഡ്ജസിനകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കണക്കിലോട്ട് വന്നു. അതോടൊപ്പം തന്നെ ടാർഗറ്റുകളുടെ നമ്മുടെ വെർട്ടെക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റിംഗ് നമ്മൾ പറഞ്ഞു, ചാംഫർ പറഞ്ഞു. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ഷനിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഡയറക്ഷനിലുള്ള എന്ത് സെലക്ട് ചെയ്യാണ്, ഞാൻ ആ ഒരു എഡ്ജിനെ ഞാൻ സെലക്ട് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിൽ ഈ വെർട്ടിക്കലായിട്ട് വരുന്ന സെഗ്മെന്റ്സുകൾ എനിക്ക് എന്ത് ചെയ്യണം, മൊത്തമായിട്ട് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വരുന്ന എഡ്ജസുകൾ എനിക്ക് എന്ത് ചെയ്യണം, മൊത്തമായിട്ട് അറൗണ്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ എന്ത് പ്രസ് ചെയ്യുന്നു, റിംഗ് പ്രസ് ചെയ്യുന്നു. സോ ഇപ്പം നോക്കിക്കേ, ആ സൈസിലുള്ള 2 റിംഗേ ഉള്ളൂ ഇല്ലേ. ബാക്കി ഇവിടെ ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ എന്താ മാറി, സൈസ് മാറി, ശരിയല്ലേ. ഇതിനേക്കാളും ലെങ്ത് കൂടുതലാണ്, അതാണ് എന്ത് ചെയ്തില്ല, അത് രണ്ടിനെയും സെലക്ട് ചെയ്തിട്ടില്ല. ബാക്കി എന്ത് മാത്രം സെലക്ട് ചെയ്തു, ഈ ഒരു സൈഡിലുള്ള സൈസ്, ഈ ഈക്വൽ സൈസിലുള്ള 2 എണ്ണത്തിന് എന്ത് ചെയ്തു, ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 സൈഡിനെ എന്തായിട്ട് ശരി സെലക്ട് ചെയ്തു, അതേ ഡയറക്ഷനിലുള്ള. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തത്, ഈ സൈഡിൽ കാണിച്ചത്. ഈ സൈഡ് ആകുമ്പോൾ എന്താ, ഇത് റൗണ്ട് ആയിട്ട് പോകുന്ന മൊത്തം ഈക്വൽ സൈസാണ്. അപ്പൊ ഞാനിപ്പോൾ ഈ സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈസ് അല്ല, ഇത് രണ്ടും മാത്രമാണ് ഈക്വൽ, ബാക്കി ഇത് രണ്ടും ഡിഫറെന്റ് സൈസാണ്. സോ നമുക്ക് എന്ത് ചെയ്യത്തില്ല, റിസൾട്ട് വരത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സൈഡ് എടുക്കും, ഞാൻ എന്ത് ചെയ്യുന്നു, അതിനുശേഷം റിംഗ് അപ്ലൈ ചെയ്യും കണ്ടോ. അതേ ഡയറക്ഷനുള്ള എല്ലാ സൈഡുകളും എന്തായിട്ട് മാറി, സെലക്റ്റഡ് ആയിട്ട് മാറി. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അധികം നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് പോകുന്നു, ബോർഡറിലോട്ട് പോകുന്നു. സോ ആക്ച്വലി ബോർഡർ കൊണ്ട് നമുക്ക് എന്താണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തില്ല, പ്രോപ്പറായിട്ട് ഒരു യൂസ് ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് ആകെ കൂടെ വരുന്ന ഇത് യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എനിക്കിപ്പോൾ ഈ സൈഡിലുള്ള ഒരു ഫേസ് ഡിലീറ്റ് ആയി പോയിരുന്നു, എന്തെങ്കിലുമൊക്കെ എറർ വന്നു, നമ്മൾ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് ഡിലീറ്റ് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് മറ്റൊരു ഫേസ് റീക്രിയേറ്റ് ചെയ്യണം. സോ റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഈ എഡ്ജുകളൊന്നും മൊത്തം നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. സോ നോർമലി നോക്കി നമുക്ക് ഈ എഡ്ജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം, കാരണം വലിയ എഡ്ജസ് ആണ്, നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം
അല്ലേ? ബട്ട് ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നമുക്ക് വളരെ ചെറുതായിട്ടുള്ള എഡ്ജസുകളുണ്ട് കണ്ടോ. ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് മൊത്തം സെലക്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ബോർഡറിലോട്ട് വരാം. അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കുക, സിമ്പിളായിട്ട് ബോർഡർ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ബോർഡർ കണക്റ്റഡ് ആയിട്ടുള്ള ബോർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ബോർഡർ മൊത്തം സെലക്ട് ആവും. അതിനുശേഷം ജസ്റ്റ് എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ക്യാപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ സിമ്പിളായിട്ട് ആ സെലക്ട് ചെയ്തിരിക്കുന്ന അത്ര എന്തായിട്ട് മാറും, റീക്രിയേറ്റ് ആയിട്ട് മാറും. ഓക്കെ. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് എന്താകുന്നില്ല, നമുക്ക് ബോർഡർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഫേസ് ഡിലീറ്റ് ആയി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബോർഡർ വെച്ച് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബോർഡർ വെച്ച് സെലക്ട് ആകുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ട് സെലക്ട് ആകുന്നില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനകത്ത് ഓപ്ഷൻ ഉണ്ട്, ഈ പോളിഗനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. പോളിഗൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇതിനെ നോക്കിയിട്ട് നമുക്ക് എന്തുണ്ട്, ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ സ്നാപ്പ് ആക്ടിവേറ്റ് വയ്ക്കാം. ഓക്കെ, സ്നാപ്പ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വെട്രിക് സ്നാപ്പ് വേണം ആക്ടിവേറ്റ് വയ്ക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഈ സ്നാപ്പിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു, ഇതും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ട് ഇതും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ 1 2 ഈ സ്നാപ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അത് ഫുള്ളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നിൽ കൂടുതലുണ്ടെന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ബോർഡർ നമ്മൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എനിക്കവിടെ എന്ത് ക്രിയേറ്റ് ആയി, സിമ്പിളായിട്ടൊരു ഫേസ് ക്രിയേറ്റ് ആയി. സോ ഫേസിനകത്തുള്ള ക്രിയേറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലുള്ള ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫേസുകൾ ക്രിയേറ്റ് ചെയ്യാം. കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ക്രിയേറ്റ് ആവും, മറ്റൊരു ഫേസ് അവിടെ ക്രിയേറ്റ് ആവും അല്ലേ, ഒരു അഡീഷണൽ ഒരു ഫേസ് എന്തായിട്ട് മാറി, ക്രിയേറ്റ് ആയിട്ട് മാറി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസൈഡിൽ കണ്ടോ കളറായിട്ട് കാണുന്നു, ഈ സൈഡിലായിട്ട് നമുക്ക് എന്തായിട്ടാണ് കാണുന്നത്, ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. വേറെ ഒന്നുമില്ല, അത് ഇൻസൈഡാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ അപ്ലൈ തന്നെ ഈ സൈഡിനകത്ത് നമുക്ക് എന്ത് കിട്ടത്തില്ല, റിസൾട്ട് കിട്ടത്തില്ല. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ എന്തായിട്ട് മാറും, ഇൻസൈഡ് ഔട്ട് പോകും, ഔട്ട് സൈഡ് എന്ത് ചെയ്യും, ഇൻസൈഡിലായിട്ട് വരും. അത് ഫ്ലിപ്പാണ്. ഇപ്പം നോക്കിയാൽ താഴെ ബ്ലാക്ക് കളർ ഒന്നും മേലെ നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നുള്ള കളറായിട്ട് വരും. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് വന്നു, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടൂളിലോട്ട് പോവാം. ഞാൻ എന്ത് ചെയ്തു, ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് എക്സ്ട്രൂഡ് എന്ന ടൂളിൽ വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെർട്ട് എന്നുള്ള ഒരു ടൂൾ നമുക്ക് പഠിക്കാം. ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻസെർട്ട് നമ്മൾ നോർമലി നമ്മൾ ടൂൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് ഇൻസെർട്ട് ചെയ്യണം. കണ്ടോ, മാനുവലായിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻസെർട്ട് ചെയ്യണം. സോ അതിനേക്കാളൊക്കെ നമുക്ക് എളുപ്പം എന്താണ്, ഇതിൻ്റെ അടിയിലുള്ള സൈഡിലുള്ള സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തെങ്കിലും ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് വരും, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. സോ ഇൻസെർട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫേസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസെർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സൈസ് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, ഒരു 3 കൊടുത്തു. 3 എന്താ ക്രിയേറ്റ്, എനിക്ക് എന്ത് ചെയ്യണം, ആ 3 വീണ്ടും വേണം, ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻസെർട്ട് എടുക്കാറ്. അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസെർട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓഫ് കൊടുക്കുന്നു. സോ ഇപ്പം നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് ഇൻസെർട്ട് ഡിഫറെൻറ്റ് ഷേപ്പിൽ എനിക്ക് എന്താ ഇൻസെർട്ട് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, നോക്കിയാൽ സിമ്പിളായിട്ട് എനിക്ക് എന്തായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓരോ ഫേസുകളാണ്. കണ്ടോ, ഇതെല്ലാം ആക്ച്വലി ഓരോ ഫേസുകളായിട്ടാണ് എന്തായത് ക്രിയേറ്റ് ആയത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് അഡീഷണൽ ബോർഡർ ആയിട്ട് നമുക്ക് എന്താ ഫേസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി നമ്മൾ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസെർട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഏത് രീതിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പ്രോജക്റ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഐഡിയ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, എക്സ്ട്രൂഡാണ്. എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഒരു ഫേസിന് എന്ത് ചെയ്യണം, എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് പ്ലസിനകത്ത് യൂസ് ചെയ്ത അതേ മെത്തേഡ് എനിക്കിത് എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം. സോ എനിക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഫേസ് ഏത് ഫേസിനാണോ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് ആ ഫേസിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ഫേസ് എന്തായിട്ട് മാറും, അത്രയും ഇതിൽ എക്സ്ട്രൂഡ് ആയിട്ട് മാറും. നമുക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യാൻ എക്സ്ട്രൂഡ് ചെയ്യാം. ഇപ്പം നോക്കി എനിക്ക് എന്ത് ചെയ്യാൻ ഒരു ഫേസ് ക്രിയേറ്റ് ആവും. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫേസിനെ എക്സ്ട്രൂഡ് ചെയ്യും. ഓക്കെ, സോ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഫേസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബട്ട് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ വളരെ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു സിംഗിൾ ഫേസിനെയാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിലുള്ള ഫേസ് ആണോ
ആ ഡയറക്ഷനിലേക്കായിരിക്കും ആ ഒബ്ജക്റ്റ് ഉണ്ടാവുക, എക്സ്ട്രൂഡ് ആവാം. ഫോർ എക്സാമ്പിൾ നോക്കി, ഞാനിപ്പോൾ ഈ ഒരു ഡയറക്ഷനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതിപ്പോ ഇൻക്ലൈൻഡ് ആയിട്ട് ചരിഞ്ഞിട്ടാണ് ആ ഒബ്ജക്റ്റ് എന്തായത്, എക്സ്ട്രൂഡ് ആയത് അല്ലേ? കാരണം എന്തുകൊണ്ടാണ്, ആ ഡയറക്ഷനിലേക്കാണ് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്തത്, കണക്ട് ആയിരിക്കുന്നത്. സോ ആ ഡയറക്ഷനിലേക്ക് മാത്രമേ ഒബ്ജക്റ്റ് എന്താകത്തുള്ളൂ, എക്സ്ട്രൂഡ് ആകത്തുള്ളൂ. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാം, ആ ഒരു ഡയറക്ഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ നല്ല നല്ല ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയിട്ട് എന്തായിട്ട് മാറുന്നു, അതൊരു കണക്റ്റഡ് ഓബ്ജക്ട്സ് ആയിട്ട് മാറും. സോ അതിലേക്ക് നമുക്ക് വരാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എക്സ്ട്രൂഡ് എന്താണെന്ന് പഠിക്കണം. ഞാനിപ്പോൾ 3 ഡിഫറെൻറ്റ് സൈഡിലുള്ള ഓബ്ജക്ട് ഫേസുകൾ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എനിക്ക് എന്താണെന്നാണ്, ഇസഡ് ഡയറക്ഷനിലേക്കുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, വൈ ഡയറക്ഷനിലേക്കുള്ളത് ഞാൻ എന്ത് ചെയ്ത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എന്താ പറയുന്ന എക്സ് ഡയറക്ഷനിലേക്കുള്ള ഒരു ഓബ്ജക്റ്റ് എനിക്ക് ഞാൻ 3 ഡയറക്ഷനിലേക്കുള്ള ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് ഒരു ഡയറക്ഷൻ എടുത്ത് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ്. കോമൺ ആയിട്ട് നമുക്ക് ഇന്ന ഡയറക്ഷനിലേക്ക് എക്സ്ട്രൂഡ് ആകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ് എക്സ്ട്രൂഡ് ഉണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ ഡയറക്ഷനിലുള്ള ഓബ്ജക്റ്റ് ഫേസുകളാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഫേസുകളുടെ വാല്യൂസ് അനുസരിച്ചായിരിക്കും ഇതെന്ത് ചെയ്യുക, ഡയറക്ഷൻ ഫിക്സ് ചെയ്യുക. ഇപ്പൊ ഇസഡ് ഡയറക്ഷനിലുള്ള ഫേസിന്റെ വാല്യൂ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എങ്ങോട്ടേക്ക് ചെരിയും, ഇസഡ് ഡയറക്ഷനിലേക്ക് ചെരിയും. ചെറിയ രീതിയിൽ വൈയിലും എക്സിലും, അതോടൊപ്പം കൂടുതൽ എങ്ങോട്ടേക്കായിരിക്കും ചെരിയ, ഇസഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും പോവുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് എക്സ്ട്രൂഡ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഡിഫറെന്റ് ഡയറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, ഗ്രൂപ്പ് എക്സ്ട്രൂഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലോക്കൽ നോർമലാണ്. സോ ലോക്കൽ നോർമൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് വരുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എറർ വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേറൊരു ബോക്സിനെ ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് എഡിറ്റബിൾ പോളിയാക്കി മാറ്റുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഫേസ് എടുക്കുന്നു, 1 2 3 ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള ഫേസുകൾ എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നോർമലി എങ്ങോട്ടായിരിക്കും എക്സ്ട്രൂഡ് ആവുക, മൂന്ന് ഇതിലും ഏറ്റവും കൂടുതൽ വാല്യൂസ്, അതായത് ഏറ്റവും കൂടുതൽ ഏത് ഡയറക്ഷനിലുള്ള ഫേസിനാണോ ഉള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്ട്രൂഡ് ആവും. പ്രോപ്പറായിട്ട് അങ്ങോട്ടല്ല. ഇപ്പൊ നോക്കണേ, കണ്ടോ, നമുക്ക് എങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്, വൈ മൈനസിലോട്ടും ആയിട്ടുണ്ട്. അതേപോലെ എക്സിൽ നോക്കണമെന്നുണ്ടെങ്കിൽ സോറി വൈയിലും ആയിട്ടുണ്ട്, എക്സ് മൈനസിലോട്ട് ആയിട്ടുണ്ട്, അതോടൊപ്പം ഇസഡിലോട്ടും എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. കണ്ടോ, കാരണം എക്സിന്റെ വാല്യൂ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന്റെ മൈനസിലോട്ട് വരുന്നത്. കണ്ടോ, ബാക്കി 2 ഏരിയ നോക്കിയാൽ ഏരിയ കൂടുതലാണ്. സോ നോർമലി നമ്മൾ എന്ത് ചെയ്യാറില്ല, ഗ്രൂപ്പ് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലോക്കൽ നോർമലാണ്. സോ ലോക്കൽ നോർമലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും, ഇപ്പൊ നോക്കിയാൽ ഇത് എക്സ് ഡയറക്ഷനിൽ സെലക്ട് ചെയ്തിരിക്കുന്ന എന്താ പറയുന്ന ഫേസ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്ക് എക്സ്ട്രൂഡ് ആകുന്നുണ്ട്. വൈ ഡയറക്ഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഫേസ് വൈ ഡയറക്ഷനിലേക്ക് ആകുന്നുണ്ട്. അതേപോലെ ഇസഡ് ഡയറക്ഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഫേസ് ആ ഡയറക്ഷനിലേക്ക് എന്താണെന്നുണ്ട്, എക്സ്ട്രൂഡ് ആകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തും ആകുന്നുണ്ട്, സിമ്പിളായിട്ട് നമുക്ക് കണക്റ്റഡും ആണ്. നോക്കിക്കേ, വൈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷനിലുള്ള ഫേസും വൈ ഡയറക്ഷനിലുള്ള ഫേസും തമ്മിൽ കണക്റ്റഡ് ആണ് കേട്ടോ, കണക്ട് ചെയ്തിട്ടാണ് എക്സ്ട്രൂഡ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിലോ ഇസഡ് ഡയറക്ഷനിലുള്ള ഫേസും എക്സ് ഡയറക്ഷനിലുള്ള ഫേസും കണക്റ്റഡ് ആയിട്ടാണ് എന്താണ് എക്സ്ട്രൂഡ് ആകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ താഴോട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇസഡ് ഡയറക്ഷനും വൈ ഡയറക്ഷനും എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫേസ് രണ്ടും കണക്റ്റഡ് ആണ്. സോ നമുക്ക് കണക്ട് ചെയ്ത് 3 ഡയറക്ഷനിലുള്ള ഫേസുകളും അതാത് ഡയറക്ഷനിലേക്ക് കണക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോർമലി ലോക്കൽ നോർമൽ എന്നുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ലോക്കൽ നോർമൽ മെത്തേഡാണ് നമ്മൾ എക്സ്ട്രൂഡ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബൈ പോളിഗൺ ഉണ്ട്. അതാത് പോളിഗൺ അതാത് ഡയറക്ഷനിലേക്ക് എന്ത് എക്സ്ട്രൂഡ് ആവുക, ഇൻഡിവിജ്വൽ ആയിട്ട് എക്സ്ട്രൂഡ് ആവുക വിത്തൗട്ട് കണക്റ്റഡ്. ഇപ്പൊ നോക്കിയാൽ രണ്ടും തമ്മിൽ കണക്റ്റഡ് അല്ല, ഇതും തമ്മിൽ കണക്റ്റഡ് അല്ല, അതാത് പോളിഗൺ എന്ത് ചെയ്യുന്നു, അതാത് ഡയറക്ഷനിലേക്ക് എക്സ്ട്രൂഡ് ആവുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നത് എന്താ പറയുന്നത്, നമുക്ക് ഇതിനകത്ത് നോക്കുന്നത് നമുക്ക് ബിവൽ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓബ്ജക്റ്റിന് നമുക്ക് ബിവലിംഗ് ചെയ്യാൻ പറ്റും. ഓബ്ജക്റ്റിനല്ല, ഫേസില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇത് സെലക്ട് ചെയ്തത് അതിന്റെ സെറ്റിംഗ്സ് എടുത്തു. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രോപ്പർ ബിവലിംഗ് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആക്കണം. ഇപ്പൊ നോക്കിയേ, ഇതിപ്പോ നമുക്ക് പ്രോപ്പർലി ഒരു ബിവലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല.
കാരണം എന്താ വെച്ചാൽ അത് ഗ്രൂപ്പാണ് കിടക്കുന്നത്. ഗ്രൂപ്പ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ലോക്കൽ നോർമൽ കൊടുക്കുക. ലോക്കൽ നോർമലും ബെറ്റർ റിസൾട്ട് കിട്ടത്തില്ല. ബെറ്റർ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബൈ പോളിഗൺ യൂസ് ചെയ്യണം. ബൈ പോളിഗൺ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസൾട്ടിന് ബെറ്റർ റിസൾട്ട് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം എനിക്ക് എക്സ്ട്രൂഡും ചെയ്യാൻ പറ്റും. കണ്ടോ, സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ആ ഫേസിന് എക്സ്ട്രൂഡും ചെയ്യാം. അതോടൊപ്പം എനിക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് ബിബിലും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സ്ട്രൂഡും യൂസ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ സ്കെയിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഡിഫറെന്റ് ഫേസുകൾ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ ഫേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റ് എ ടൈം നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. സോ ഒന്നിൽ കൂടുതൽ ഫേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പറ്റുന്നതാണ് ബിബിൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് എന്ത് കിട്ടും, പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫേസുകൾ നമുക്ക് ബിബിലിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്ത് അത് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രൂഡ് വന്നു, ഇൻസെർട്ട് വന്നു, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബിബിലിംഗ് വന്നു. സോ നോർമലി നമുക്ക് ഇതിനകത്ത് ആക്ച്വലി ഔട്ട്ലൈൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഔട്ട്ലൈൻ നമുക്ക് വരുന്നുണ്ട്. ഔട്ട്ലൈൻ ആക്ച്വലി നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു ഓപ്ഷനാണ്. കാരണം നമ്മളിത് നമുക്ക് തരുന്ന റിസൾട്ട് നമ്മൾക്ക് നോർമൽ സ്കെയിലിന്റെ റിസൾട്ട് മാത്രം എന്ത് തരുന്നുണ്ട്, തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിന് ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ നോക്കിയാൽ സ്കെയിൽ ചെയ്യാണ്. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത്, അതേ റിസൾട്ടാണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തത്, യൂസ് ചെയ്യാറ്. നമ്മൾ നോർമൽ എന്ത് ചെയ്യാറില്ല, ഔട്ട്ലൈൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്നത് ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാനിപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റിലോട്ട് വരാണ്. ഞാൻ ഈ ഒരു ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ ഈ ഒരു ഫേസിന് ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാറ്. ഞാനിത് ഇതൊന്ന് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ രണ്ട് ഫേസുകളെ തമ്മിൽ കണക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, അതിനെ തന്നെ സെലക്ട് ചെയ്തു. സിമ്പിളായിട്ട് ഞാൻ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് അപ്ലൈ ചെയ്തിരിക്കാം. കണ്ടോ, സോ എന്തായി, അവ തമ്മിൽ കണക്റ്റഡ് ആയി. നോക്കിയിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റിൻ്റെ ആയിട്ട് മാറി, കണക്റ്റഡ് ആയിട്ട് മാറി. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫേസുകളെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിരിക്കണം. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഫേസ് ഇല്ലാത്ത ഒരു ഓബ്ജക്റ്റിനെ വന്നിട്ട് സംടൈം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഒരു ഫേസും സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രിഡ്ജ് ചെയ്യണമെന്ന് പറയും. ഈ ഒരു ഫേസും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്യണമെന്ന് പറയും. ബട്ട് ഇതിപ്പോൾ നോർമലി ആ ഒരു കണക്ട് ആയിട്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ബട്ട് സംടൈംസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഓപ്പോസിറ്റ് വരുന്ന ഫേസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരത്തില്ല, ബ്രിഡ്ജ് വരത്തില്ല. ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പറയുന്നത്. കണ്ടോ, എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാരണം കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയില്ല. അപ്പോൾ ഇത് തമ്മിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്, നമുക്കത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോർമലി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഫേസിങ് വരുന്നുണ്ട്, ചെറിയ രീതിയിൽ ഫേസിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജ് ചെയ്യാം. കേട്ടോ, കണക്ട് ചെയ്യാൻ നമുക്ക് എന്താ സിമ്പിളായിട്ട് ആ ഒരു ഫേസിനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഇല്ല, ക്ലോസ് ചെയ്ത് പോകുന്നു. അതേപോലെ ഇതിനകത്ത് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ ഈ ഒരു ഫേസും അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസും നമ്മൾ എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യാം. സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ആവുന്നുണ്ടാവും. സിമ്പിളായിട്ട് ഉണ്ടാവും, ആ ഒരു ഫേസ് കണക്ട് ആവും. ബട്ട് ഒരിക്കലും ഈ ഒരു ഫേസും സെലക്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താകത്തില്ല, ബ്രിഡ്ജ് ആകത്തില്ല. ബട്ട് ഇതിനകത്ത് ഇപ്പോൾ എന്തായി, കണക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം അത് ഫുൾ ലെങ്ത്തിൽ ഓപ്പോസിറ്റ് വരുന്നതാണ്, മറികടന്ന് പോകുന്നത് കൊണ്ടാണ്. നോർമൽ എന്ത് ചെയ്യത്തില്ല, നമ്മൾ അങ്ങനെ ഫേസ് ഇപ്പോൾ ഈ ഒരു ഫേസും സെലക്ട് ചെയ്താൽ നോർമൽ എന്ത് ചെയ്യത്തില്ല, കണക്റ്റിന് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇതിനകത്ത് ഇപ്പോൾ എന്താകുന്നുണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചർ ആയതുകൊണ്ടായിരിക്കാം ആകുന്നത്. ബട്ട് കണ്ടോ, മൊത്തം എന്തായിട്ടുണ്ട്, എറർ ആകുന്നുണ്ട്. ഇൻസൈഡൊക്കെ കയറി വരുന്നുണ്ട് ആ ഒരു ബ്രിഡ്ജിങ് ഓപ്ഷൻ. സോ ബ്രിഡ്ജിങ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. ആക്ച്വലി നമുക്ക് അങ്ങനെ അധികം യൂസിങ് വരില്ല. ബട്ട് എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ എന്താ പറയുന്ന കണ്ടംപററി ടൈപ്പിലൊക്കെ നമ്മൾ മോഡലിംഗ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരും, ബ്രിഡ്ജിൻ്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. സോ അതിനകത്ത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ഇതിലോട്ട് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഓബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ സെലക്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഇല്ലേ, പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള നമ്മുടെ കയ്യിലുള്ള അതിൻ്റെ ഓപ്ഷൻ എന്തെന്നാണ്, നമുക്ക് എന്തിനൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഓബ്ജക്റ്റിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഒരുമിച്ച് എനിക്ക് ഇതിനെ സെലക്ട് ചെയ്ത് എടുക്കാം.
അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട് അറ്റാച്ചിങ് ഓപ്ഷനകത്ത് തന്നെ നമുക്ക് എന്ത് വരുന്നത് മൾട്ടിപ്പിൾ അറ്റാച്ചിങ് വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നത് അറ്റാച്ച് ലിസ്റ്റ് വരും. ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിനകത്ത് വരും. നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഡിറ്റാച്ചിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിന്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് എന്താക്കി മാറ്റാം, ഡിറ്റാച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. ഒബ്ജക്റ്റിനെ മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു ഫേസ് മാത്രം ഡിറ്റാച്ച് ചെയ്യണം പറഞ്ഞാൽ അതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഡിറ്റാച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. കേട്ടോ, ഞാനിപ്പോൾ ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ, ഡിറ്റാച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് എന്താവും ഡിറ്റാച്ച് ആവും. ഞാനിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ മൊത്തം സെലക്ട് ചെയ്യണം നിൽക്കും, ഞാൻ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ, അത് ഓരോ ഓപ്പൺ ബോക്സ് ആയിട്ട് എന്ത് ചെയ്യും മൂവ് ആയിട്ട് വരും. കാരണം എന്താണ്, ഇതിപ്പോൾ വേറെ ഒബ്ജക്റ്റാണ് കണ്ടോ, അതിപ്പോൾ എന്തായിട്ടായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഫേസ് മാത്രം നമുക്ക് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം. അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ മൊത്തമായിട്ട് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എലിമെന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, എനിക്കിതിപ്പോൾ മൊത്തമായിട്ട് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിൽ എലിമെന്റ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ പോളിഗൺ വെച്ചാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, ഡിറ്റാച്ച് കൊടുക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് വരുന്നത്, ആക്ച്വലി നമുക്ക് ഈ ഒരു ഐ ഡി വരുന്നുണ്ട്. ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു സെക്ഷനിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, എങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഐ ഡി നമുക്ക് മനസ്സിലാക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ടൂൾസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കവർ ചെയ്യും. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചായിട്ട് എന്ത് ചെയ്യും. പിന്നെ ഇനി ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ നമ്മൾ ഇതിന് നമ്മുടെ എഡ്ജസിന് നമ്മൾ റിങ് യൂസ് ചെയ്തതുപോലെ ഒരു ഹിഡൻ ടൂൾ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫേസിന്, അതായത് പോളിഗൺ. സോ ഹിഡൻ ടൂൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഇതിനകത്തുള്ള എന്ത് ചെയ്യണം, വെർട്ടിക്കലായിട്ടുള്ള ഫേസുകൾ മൊത്തം എനിക്ക് സെലക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ഫേസ് സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഇതിന്റെ വെർട്ടിക്കലായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫേസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നെക്സ്റ്റ് ഫേസിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയാൽ എന്തായിട്ട് മാറും, അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എല്ലാ ഫേസുകളും സെലക്ട് ആവും കേട്ടോ, 4 സൈഡിലാണ്. തിരിച്ച് ഞാനിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇതിന്റെ വെർട്ടിക്കലായിട്ടുള്ള ഫേസുകൾ സെലക്ട് ചെയ്യണം നോക്കി, അതായത് ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു ഡയറക്ഷനിൽ സെലക്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാം, സെയിം ഷിഫ്റ്റ് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഇതിലോട്ടൊന്ന് വരാം കേട്ടോ. അപ്പോൾ എന്തായിട്ട് മാറി, വെർട്ടിക്കലായിട്ടുള്ള ഫേസുകൾ നമുക്ക് റിങ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇത് ആക്ച്വലി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. ഞാനിപ്പോൾ ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ ഞാനെന്ത് സിമ്പിളായിട്ടൊന്ന് ഇൻസെർട്ട് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് ഞാനൊന്ന് ഇൻസെർട്ട് കൊടുത്തു. എനിക്ക് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഈ ഒരു ഫേസ് എനിക്ക് റിങ് ആയിട്ട് സെലക്ട് ചെയ്യണം, ഈ ബോർഡർ എനിക്ക് മൊത്തം എന്ത് ചെയ്യണം, റിങ് ആയിട്ട് സെലക്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും, ഒരു സൈഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായിട്ട് മാറി, ആ ഒരു സൈഡിൽ റിങ് ആയിട്ട്. ക്ലിയർ ആണോ? ഹലോ രോഹിത്, ക്ലിയർ അല്ലേ? സോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ഡീറ്റെയിൽ വെച്ചിട്ട് ചെറിയൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. സോ അതുപോലെ എന്ത് ചെയ്ത് നോക്കാം, രോഹിത് എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കാര്യം ഞാൻ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ പ്ലെയിൻ വരച്ചു. പ്ലെയിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇതിൻ്റെ സെഗ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ സെഗ്മെന്റ്സ് എല്ലാവർക്കും ഉണ്ടാകുന്നു. സോ ഇനിയിപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, എന്താക്കി മാറ്റണം, ഞാൻ ഇതിനെ ബോക്സ് ആക്കി മാറ്റാൻ പോകണം. ഇത് നോക്കിയാൽ വെറും പ്ലെയിൻ ആണ്. ഞാൻ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്, ബോക്സ് ആക്കി മാറ്റാൻ പോകണം. എൻ്റെ നേരെ വന്ന് കൺവേർട്ട് എഡിറ്റബിൾ പോളി. ഓക്കെ, കൺവേർട്ട് എഡിറ്റബിൾ പോളി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സിമ്പിളായിട്ട് എന്ത് കൊടുക്കാം, എക്സ്പോർട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, തിക്നെസ് കൊടുക്കാം. നിങ്ങൾ 2 സെന്റി തിക്നെസ് കൊടുക്കാം. ഓക്കെ, ബട്ട് ഇത് ആക്ച്വലി ബോക്സ് ആണ്, ബട്ട് ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് ആണ് കേട്ടോ. ഓപ്പൺ ആയിട്ടാണ് ഇരുന്നത്, ബോട്ടം ഓപ്പൺ ആയിട്ടാണ് ഇരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിളായിട്ട് അതിൻ്റെ ബോർഡറിലോട്ട് വന്നു, ബോട്ടം സെലക്ട് ചെയ്തു, ക്യാപ്പ് അപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്ത് ചെയ്യാം, അത് ഒരു ബോക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇതിന്റെ മീനിങ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഓബ്ജക്ട്സിനെ വേണമെങ്കിലും നമുക്ക് എന്താക്കി മാറ്റാം, മറ്റൊരു ഓബ്ജക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെക്കാം. ഈ ബോക്സിന്റെ സൈസ് ഞാൻ കൊടുക്കുകയാണ് 50x50x50. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ എടുത്തു, ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. 50 സെന്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഹൈറ്റ് ഞാൻ കൊടുക്കുകയാണ് ഒരു 25 കൊടുക്കുന്നു. സോ അതിന്റെ സെന്ററിലോട്ട് വരും. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ്
നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസിലോട്ടൊന്ന് പോവാം. എനേബിൾ വന്നു, റെക്ടാങ്കിൾ എടുത്തു, ഞാൻ അതിന് കൊടുക്കുന്നു 50/50 കൊടുക്കുന്നു. ഓക്കെ, ഈ റൊട്ടേഷൻ ഞാൻ എന്താണ് 0 ഇടുകയാണ്. ഇപ്പോൾ രോഹിത് ഒന്ന് നോക്കിക്കാൻ, നമുക്ക് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഉണ്ടാവും. ഇതിനും ബോക്സ് ആണ്, ഇതാക്കി എൻ്റെ ലൈനാണ്, സെയിം ആണ് അല്ലേ? സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസിൽ മാത്രം എന്ത് വരത്തുള്ളൂ, വ്യത്യാസം വരത്തുള്ളൂ. അതും നമുക്ക് മാറ്റാം. എങ്ങനെ? ഇതിന് ഞാൻ കൺവേർട്ട് വെജിറ്റബിൾ പോളി ആക്കുന്നു. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് വെജിറ്റബിൾ പോളി ആക്കുന്നു. ഇപ്പൊ നോക്കിക്കാൻ രണ്ടിന്റെ പ്രോപ്പർട്ടീസും സെയിം ആണ്. നമുക്ക് യാതൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് ഏത് ബോക്സ് ഏത് ലൈൻ എന്നുള്ളത്. പേര് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ പേര് ഇപ്പോഴും ബോക്സ് എന്ന് നടക്കുന്നു, ഇതിന്റെ പേര് എന്ത് നടക്കുന്നു, ലൈൻ എന്ന് നടക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് 3ds Maxനകത്ത് നമ്മൾ എന്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതല്ല വിഷയം. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കും, എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു ബോക്സ് വെച്ച് നമുക്ക് ഒരു ബോക്സ് സിംഗിൾ ആയിട്ട് ഒരു സിമ്പിൾ ഒരു ബോക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വിഷയമേ അല്ല. ഫോർ എക്സാമ്പിൾ നോക്കിയേ, വേറെ എക്സാമ്പിൾ കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ F3 ഓഫ് ആക്കാണ്. ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 50/50 ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഞാൻ ഇതിൻ്റെ 4/1 എടുക്കുകയാണ്. സോ 4/1 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര വരും? I think 12.5 വരും തോന്നുന്നു. സോ 12.5 into 12.5 into 12.5. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ആ രീതിയിലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഞാനിതിന് എന്ത് ചെയ്യണം, കൺവേർട്ട് വെജിറ്റബിൾ പോളിയാക്കി. ഞാൻ അവസാനം എന്ത് ചെയ്യുന്നു, മൂവ് ടൂൾ എടുക്കുകയാണ്. ഇല്ല, ഐ തിങ്ക് നമുക്ക് 25 into 25 വെച്ചാൽ എത്ര വരും? യെസ്, നമുക്ക് 25 into 25 മതി. ഓക്കെ, സോ നമുക്ക് അതിന് 25 into 25 into 25 ഇടാം. സോ നമുക്ക് 4 ബോക്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മോഡിഫൈ ടൂൾ എടുക്കുന്നു, അവിടെ വെച്ചു, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് രണ്ടിനെ എടുത്തു, എന്ത് ചെയ്യുന്നു, മേളിൽ വയ്ക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, 4നെ സെലക്ട് ചെയ്തു, ഇവിടെ വയ്ക്കുന്നു. നോക്കിക്കേ, നമ്മൾ നോർമലി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ സിംഗിൾ ബോക്സ് ആണ്. ഇത് 4 ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് എന്തിട്ട് സെയിം ഫിഗർ കിട്ടി. സോ ഇത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ രോഹിത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിംഗിൾ ഓബ്ജക്ട്സിനകത്ത് ആ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. രോഹിത്തിന് ഇപ്പോൾ ആ ഒരു കഴിവില്ല, അത്രയും ഡീറ്റെയിൽ എഡിറ്റ് ചെയ്യാനുള്ള കഴിവില്ല. സോ എന്ത് ചെയ്യാം, അത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ട് അസൈൻ ചെയ്യും. നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റിസൾട്ട് മാത്രം എന്ത് വന്നാൽ മതി, നമ്മുടെ റിസൾട്ട് വന്നാൽ മാത്രം മതി. അതാണ് 3ds Maxനകത്തുള്ള ഏറ്റവും പ്രത്യേകത. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം ഒരു ഓബ്ജക്റ്റിനെ. ബട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ വരണം, നമ്മൾ എന്ത് റിസൾട്ടാണ് ഉദ്ദേശിച്ചത് ആ റിസൾട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, ക്ലിയർ? സോ ഞാനിപ്പോൾ എന്ത് ചെയ്ത്, സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു പറഞ്ഞു. അതെ, കോപ്പി ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ ക്ലോൺ ഓപ്ഷൻ കിടക്കുന്ന ക്ലോണിന്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് ബട്ടൺ ആണ്. എനിക്കിപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ കോപ്പി എടുക്കണം. അങ്ങനെയല്ല നോക്കിയാൽ ഞാനിപ്പോൾ ഇതിന്റെ സ്നാപ്പ് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിന്റെ കോപ്പി വേണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഇതിന്റെ ബോട്ടത്തിൽ ഞാൻ ഇവിടെ കണ്ടോ സ്നാപ്പ് വന്നിട്ടുണ്ട്. ഞാൻ സ്നാപ്പിൽ വെച്ച് എന്ത് ചെയ്യണം, അതിന്റെ കോപ്പി എടുക്കുകയാണ്. കണ്ടോ, എനിക്കിപ്പോൾ എന്ത് തോന്നുന്നു, അതിന്റെ കോപ്പി വേണം. എനിക്കിപ്പോൾ ഇതിനെ വെച്ച് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. എനിക്ക് അഗൈൻ എന്ത് ചെയ്യണം, കോപ്പി എടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്തെടുക്കുക. നമുക്ക് കോപ്പി വരും, എന്ത് ചെയ്യാം, കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യാം. ഇത്രയുള്ള സംഭവം. ഇതിപ്പോൾ 4 ഒബ്ജക്ട്സ് ആണ്. അതാണ് ഇപ്പൊ ഇത് മൂവ് ടൂൾ ഓൾറെഡി ആക്റ്റീവ് അല്ലേ, റൈറ്റ്? മൂവ് ടൂൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഷിഫ്റ്റ് ബട്ടൺ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഷിഫ്റ്റ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഓബ്ജക്റ്റിനെ കോപ്പി ചെയ്യുന്നതിന്, അതായത് ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന ടൂൾ ഏതാണ്, മൂവ് ടൂളാണ്, റൈറ്റ്?
അല്ലേ? അതോടൊപ്പം ഞാൻ എന്ത് ആക്റ്റീവ് വെച്ചിട്ടുണ്ട്? സ്നാപ്പ് ടൂൾ ആക്റ്റീവ് വെച്ചിട്ടുണ്ട്. സ്നാപ്പിനകത്ത് ഞാൻ എന്താ ആക്റ്റീവ് വെച്ചിരിക്കുന്നത്? വെർട്ടെക്സ് ആണ്. സോ എനിക്ക് ഈ ഒരു ഓബ്ജക്റ്റ് സ്നാപ്പ് ടൂൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല? എനിക്ക് ഇതിന്റെ കോർണറുകൾ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഓബ്ജക്റ്റിന്റെ സ്നാപ്പിൽ പിടിച്ചാൽ മതി. കണ്ടോ? ഈ എഡ്ജസിലൊക്കെ സ്നാപ്പ് വരുന്നുണ്ട്, വെർട്ടെക്സ് സ്നാപ്പ് വരുന്നുണ്ട്. കണ്ടോ? എനിക്ക് എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ സ്നാപ്പിൽ പിടിച്ച് മൂവ് ചെയ്താൽ മതി. കണ്ടോ? സോ എനിക്ക് എന്ത് വരും? അതിന്റെ കോപ്പി ആയിട്ട് വരും. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? കേട്ടില്ല. മൂവ് മാത്രം ചെയ്യണമെങ്കിൽ നമുക്ക് സ്നാപ്പിന്റെ ആവശ്യമില്ലല്ലോ. അതൊന്ന്. മറ്റൊന്ന്, നമുക്ക് ഇനിയിപ്പോ സ്നാപ്പ് വെച്ച് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിരുന്നാൽ മതി. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് കോപ്പി ആയിട്ട് മാറിയത്. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറത്തുള്ളൂ? മൂവ് ആയിട്ട് മാറത്തുള്ളൂ. ഇപ്പൊ നോക്കിയാൽ ഞാനിപ്പോ ഈ ഒരു അതെ ഡബ്ല്യു ഇപ്പൊ നോക്കിയാൽ എനിക്കിപ്പോ ഈ ഒരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? സ്നാപ്പ് ആക്റ്റീവ് ചെയ്തിട്ട് ഇതിന്റെ കോർണർ പിടിച്ചിട്ട് ഞാൻ മൂവ് ചെയ്തു. കണ്ടോ? എനിക്കിപ്പോ കോപ്പി അല്ല വന്നത്, മൂവ് ആണ് വന്നത്. റൈറ്റ്? ഞാൻ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് വരത്തുള്ളൂ? അത് കോപ്പി ആയിട്ട് വരത്തുള്ളൂ. കണ്ടോ? ഞാൻ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് വരത്തുള്ളൂ? അത് മൂവ് ടൂളായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അത് എല്ലാ ടൂളിലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ റൊട്ടേറ്റ് എടുത്തു, ഞാനിപ്പോ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? കോപ്പിയാണ് വരുന്നത്, അല്ലേ? ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? സോഴ്സ് ഓബ്ജക്റ്റ് റൊട്ടേറ്റ് ആവും. നോർമൽ റൊട്ടേഷൻ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ അത് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം? രോഹിത് എന്ത് ചെയ്യണം? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എന്തിലോട്ട് എത്തിക്കഴിഞ്ഞു? നമ്മുടെ ടൂൾസ് എല്ലാം ഇൻട്രൊഡക്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ. സോ അതാണ് എന്ത് ചെയ്യണം? അതിന് മുമ്പ് നമ്മുടെ ടൂൾസുകൾ എത്ര എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ഒന്ന് ഇത് ചെയ്യാം, ട്രൈ ചെയ്യാം. സോ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി? എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. സോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് തുടങ്ങാം? നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ.